നടി ആക്രമിക്കപ്പെട്ട കേസിൽ ശിക്ഷാവിധിക്കായി പ്രതികളെ തൃശൂർ വിയൂർ സെൻട്രൽ ജയിലിൽ നിന്നും ഇറക്കി എറണാകുളം സെഷൻസ് കോടതിയിലേക്ക് കൊണ്ടുപോകുന്ന യാത്രയാണ് പ്രേക്ഷകർ കാണുന്നത്. പോലീസ് സംഘം യാത്ര തുടങ്ങിയിട്ടുണ്ട്. അവിടെ നിന്ന് അത്യാവശ്യം കുറച്ച് ദൂരമുണ്ട്, അതുകൊണ്ട് അറിയണം ഇത്ര നേരത്തെ കൊണ്ടുണ്ടാവുക. അല്പസമയം മുമ്പാണ് വിയൂർ ജയിലിൽ നിന്ന് പ്രതികളുമായി കോടതിയിലേക്കുള്ള പോലീസ് സംഘത്തിന്റെ യാത്ര തുടങ്ങിയത്. ഈ പറയുന്ന രീതിയിൽ കൂട്ടബലാത്സംഗ വകുപ്പടക്കം 120B ഗൂഢാലോചന അടക്കമുള്ള ഒരുപാട് വകുപ്പുകൾ, 10ഓളം പ്രധാനപ്പെട്ട വകുപ്പുകൾ ഈ പ്രതികൾക്കെതിരെ ചുമത്തി. 1 മുതൽ 6 വരെ പ്രതികൾ മാത്രമാണ് അവർക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. ജീവപര്യന്തം തടവ് ശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷൻ വാദിക്കുന്നുണ്ട്. 7.5 വർഷം തടവ് അനുഭവിച്ചു, അതുകൊണ്ട് ഇളവ് വേണം എന്നൊക്കെ പ്രതികളും വാദിക്കുന്നുണ്ട്. സൂരജ് സജീവ് വിവരങ്ങളുമായി ചേരുന്നു. സൂരജ്, എപ്പോഴാണ് പ്രതികളുമായി പോലീസ് സംഘം ഇറങ്ങിയത്? എപ്പോഴാണ് കോടതിയിലേക്ക് എത്തുക? ഹാഷ്മി, ഇപ്പോൾ വിയൂർ പിന്നിട്ട് തൃശൂർ നഗരത്തിലേക്ക് പോലീസിന്റെ വാഹനം പ്രവേശിച്ചിട്ടുണ്ട്. എന്തായാലും 1.5 മണിക്കൂറിനകം, അതായത് 9:30 കൊച്ചിയിൽ പ്രതികളെ എത്തിക്കുക എന്നുള്ളതാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത്. ഇതിനിടയിൽ വൈദ്യപരിശോധനയ്ക്ക് ഇറക്കുമോ എന്നുള്ള ഒരു സാധ്യത കൂടി നിലനിൽക്കുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ വൈദ്യപരിശോധനയ്ക്ക് ഇറക്കുകയാണെങ്കിൽ എവിടെയായിരിക്കും ഇറക്കുന്നത് എന്നത് സംബന്ധിച്ചുള്ള ഒരു വിവരവും ഇപ്പോൾ പുറത്തു വരുന്നില്ല. കാരണം ഈ കോടതി ജയിലിലേക്ക് മാറ്റുന്ന സമയത്തടക്കം ചേരാനെല്ലൂരിലാണ് അന്ന് ഇറക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും 6 പ്രതികളെയും ഇപ്പോൾ ഈ വിയൂരിലെ സെൻട്രൽ ജയിലിൽ നിന്ന് മാറ്റിയിരിക്കുന്നു. ഇവരെ എല്ലാവരെയും, അതായത് ഇപ്പോൾ വിചാരണ തടവുകാരാണ്, അതുകൊണ്ട് തന്നെ പ്രത്യേക സെല്ലുകളിലേക്ക് മാറ്റിയിരുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. ഇന്ന് ഈ ശിക്ഷ വിധിച്ചതിന് ശേഷമായിരിക്കും ഈ ശിക്ഷ ആനുപാതികമാക്കിക്കൊണ്ട് ഈ 6 പ്രതികളെയും ഓരോ സെല്ലുകളിലേക്കാക്കി, അത് ഏതൊക്കെ സെല്ലുകളിലേക്കായിരിക്കും വിടുക എന്നത് സംബന്ധിച്ചെല്ലാം തന്നെ അന്തിമ തീരുമാനം ഉണ്ടാവുക. എന്തായാലും ഈ ശിക്ഷാവിധിക്ക് വേണ്ടിയാണ് കേരളം കാത്തിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് ഈ ആക്രമിക്കപ്പെട്ട അതിജീവിത അടക്കം ഈ തൃശ്ശൂരിൽ തന്നെ അവരുടെ വീട്ടിൽ തന്നെ ഉണ്ട്. ഈ ശിക്ഷാവിധിക്ക് ശേഷം അവർ പ്രതികരിക്കുമോ എന്ന കാര്യം വ്യക്തമല്ല. കാരണം നേരത്തെ ഇവർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ സമയത്തടക്കം ഈ അതിജീവിതയുടെ പ്രതികരണം പുറത്തേക്ക് വന്നിരുന്നില്ല. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഈ ശിക്ഷാവിധിക്ക് ശേഷം ആ പ്രതികരണം ഉണ്ടാകുമോ എന്ന കാര്യവും കാത്തിരിക്കുന്നുണ്ട്. എന്തായാലും ഇതിൽ 6 പ്രതികളെയാണ് ഇപ്പോൾ ഈ കുറ്റക്കാരെന്ന് കണ്ടെത്തിയിരിക്കുന്ന 6 പ്രതികളെയാണ് വിയൂർ സെൻട്രൽ ജയിലിൽ നിന്ന് മാറ്റിയിരിക്കുന്നത്. 1-ാം പ്രതിയായിട്ടുള്ള പൾസർ സുനി, അതോടൊപ്പം തന്നെ മാർട്ടിൻ ആന്റണി, ബി മണികണ്ഠൻ, വി പി വിജീഷ്, എച്ച് സലീം, പ്രദീപ് എന്നിവരെയാണ് ഇപ്പോൾ മാറ്റിയിരിക്കുന്നത്. എന്തായാലും 9:30 തന്നെ എറണാകുളത്തെ കോടതിയിലേക്ക് എത്തിക്കാനുള്ള നീക്കമാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന്. സ്വാഭാവികമായും ഗതാഗതക്കുരുക്ക് അടക്കം ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. അത് ഒഴിവാക്കി പ്രതികളെ വിയൂർ സെൻട്രൽ ജയിലിൽ നിന്ന് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലേക്ക് കൊണ്ടുവരുന്നതിന്റെ ദൃശ്യങ്ങളാണ്. സൂരജ് സജിയാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.